ഒരു ഭാര്യക്കുണ്ടെങ്കിൽ അവൾ എത്ര ഭാഗ്യവതിയാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഈ ഒരു കുടുംബ ബന്ധത്തിന്റെ ഭദ്രത നിലനിൽക്കുന്നത് തന്നെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും ചെയ്യുന്ന ദൗത്യം, ഡ്യൂട്ടി, അതിൻ്റെ മഹത്വം മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴാണ്. ചിലപ്പോൾ ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയുന്നത്, നിങ്ങൾ നേരം വെളുത്തോണ്ട് പോയാൽ പോരെ, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. നോക്കൂ, അവിടെ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല. ഭർത്താവ് തിരിച്ചു പറയുന്നു, എനക്കൊന്നും അറിയണ്ടല്ലോ, എനിക്ക് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിഞ്ഞാൽ പോരെ. നോക്കൂ, ഇതാണോ വേണ്ടത്? പലപ്പോഴും പരസ്പരം ഇവർ മക്കൾക്ക് മുമ്പിൽ സ്നേഹം പങ്കിടുന്നത് അല്ലെങ്കിൽ കെയറിങ് കാണിച്ചു കൊടുക്കുന്നതിന് പകരമായിക്കൊണ്ട് പരസ്പരം വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പലരുടെയും കുടുംബങ്ങളെ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് ചെളിവാരി എറിയുന്ന, ഒരു റെസ്പെക്റ്റും പരസ്പരം കൊടുക്കാത്ത സംസാര രീതികളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നടത്തുന്നത് എന്നുള്ളൊരു ദുഃഖകരമായ സത്യം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരാം. ഒന്ന് മനസ്സിലാക്കുക, നമ്മളെങ്ങനെ സംസാരിക്കുന്നു, നമ്മളെങ്ങനെ പരസ്പരം പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ച് തന്നെയാണ് ഭാവിയിൽ നമ്മുടെ മക്കൾ അവരുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ നയിക്കാൻ പോകുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ എല്ലാവരും അവനവൻ്റെ കുടുംബങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. ഭർത്താവ് പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അദ്ദേഹം എടുക്കുന്ന കഠിനാധ്വാനം, അതിൻ്റെ വില മറ്റവർ മനസ്സിലാക്കട്ടെ. ഇനി ഭാര്യ ചെറിയൊരു ഉമ്മമാർക്കും വേണ്ടി, ഉമ്മമാരെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഉമ്മ അല്ലെങ്കിൽ ആ വീട്ടിലത്തെ ഉമ്മ കിടന്നിട്ടാണ് രാവിലെ എന്തൊക്കെയാണ് ചായക്ക് കടി, ചോറിന് കൂട്ടാന്, ഇതൊക്കെ ഒരു ഉമ്മാന്റെ ചിന്തകളാണ്. അതിൻ്റെതായ ഒരു സ്ട്രെസ് ആ ഉമ്മാക്കുണ്ട്. കിടന്ന ശേഷമാവും വേണമെങ്കിൽ അയ്യോ കുട്ടിന് കടല വെള്ളത്തിലിട്ടിട്ടില്ല, നീക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ അത് പോയി വെള്ളത്തിലിടണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടി വരും. നോക്കൂ, അത് അവർ ചെയ്യുന്ന, ഞാൻ വളരെ ചെറുതായി നമുക്ക് തോന്നുമെങ്കിലും അതിന് വരെ നമ്മൾ കുടുംബത്തിൽ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ, പരസ്പരം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മനസ്സിലാക്കി പരസ്പരം സന്തോഷവും സഹവർത്തിത്വവും പങ്കിടുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് നല്ലൊരു വ്യക്തിത്വം, സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സ്വഭാവ രൂപീകരണത്തിന് പ്രയാസമുണ്ടാവില്ല. നമ്മൾ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളാണ്. ഏത് കുടുംബത്തിൽ മൂല്യച്യുതി സംഭവിച്ചോ അവിടെ കുടുംബത്തിന്റെ ഭദ്രത കെട്ടുറപ്പിന് കോട്ടം തട്ടുക തന്നെ ചെയ്യും. ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായി ദീനീ ബോധത്തോടുകൂടി നമ്മളുടെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുന്നുവോ ആ കുടുംബം അത് ഭദ്രതയുള്ളതായിരിക്കും. പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സങ്കടകരമായ വസ്തുത, വീട്ടിലത്തെ ഉപ്പ എന്ന് പറയുന്നത് പള്ളിയുടെ 1ാമത്തെ സൊഫിലുണ്ടാവും, ഉമ്മ എന്ന് പറയുന്നത് മുടങ്ങാതെ ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഉമ്മയായിരിക്കും. പക്ഷേ നമ്മുടെ മക്കളോ, നമ്മുടെ മക്കളെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എത്തിക്കുന്നതിന് നമുക്ക് സാധിക്കാറുണ്ടോ? അതിനുള്ള ഒരു പരിശീലനം ചെറുപ്പത്തിലെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കറിയാം, നമ്മൾ താക്കീത് നൽകപ്പെട്ടവരാണ്, നിങ്ങൾ മേൽനോട്ടക്കാരാണ്, നിങ്ങളുടെ കീഴിലുള്ളവരെ പറ്റി നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോയി കഴിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേൽനോട്ടക്കാരായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവരുമായിട്ട് വേണം നമുക്ക് സകുടുംബം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അതിനായി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി ഈ ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്ക് മാതൃക കാണിച്ചു തന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിലേക്ക് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കുടുംബത്തിൻ്റെ ഒരു സ്ഥിരത, ഭദ്രത, കെട്ടുറപ്പ് എന്നുള്ളതെല്ലാം എവിടെയൊക്കെയോ കോട്ടം തട്ടുകയോ അല്ലെങ്കിൽ ആടി ഉയരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുക.
എങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ് നമുക്കുള്ളത്? ഏറ്റവും ആദ്യം ആ കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന കണ്ണി എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണല്ലോ. സ്നേഹം നോക്കൂ, നമുക്ക് ഒരാളെടുത്തുനിന്ന് കിട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം അല്ലേ? ഒരാൾ പൈസ തരുന്നതിലും അപ്പുറല്ലേ ഒരാളെടുത്തുനിന്ന് നമുക്ക് സ്നേഹം കിട്ടുക എന്ന് പറയുന്നത്? നമ്മുടെ കുടുംബത്തിലത്തെ ഒരു വ്യക്തി പറയണേ, നിന്നെ എനിക്ക് എന്തിഷ്ടമാണെന്നോ, അതിലും വലിയ ഒരു കിട്ടൽ എന്താണ്? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും മഹത്തായ കാര്യം എന്താണ്? ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്, ഉള്ളറിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ? ആ ഒരു സ്നേഹം അത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്രത്തോളം പ്രകടിപ്പിക്കുന്നു എന്നൊന്ന് നോക്കാം. ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഉമ്മമാരാവട്ടെ ഉപ്പമാരാവട്ടെ, വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഉപ്പമാരും എത്രത്തോളം നമ്മളെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ജീവിക്കുന്നതിന് അവർക്കും വേണ്ടിയിട്ടല്ലേ? നമ്മൾ പണിയെടുക്കുന്നത് അവർക്കും വേണ്ടിയിട്ടല്ലേ? അവർ നന്നായി കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? എത്രത്തോളം സ്നേഹമുണ്ട് അവരോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സ്നേഹം അത് നമ്മൾ എത്രത്തോളം നമ്മളുടെ കുട്ടികളിൽ പ്രകടമാക്കാറുണ്ട്? എത്രത്തോളം നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ട്? എത്രത്തോളം നമ്മളെ മക്കൾക്ക് നമ്മൾ ഒരു പിതൃവാത്സല്യത്തോടെ മാതൃവാത്സല്യത്തോടെ ചുംബനങ്ങൾ നൽകാറുണ്ട്? പലരുടെയും ധാരണ അതൊക്കെ അനഭലീഷണീയമാണെന്നുള്ളതാണ്. നോക്കൂ, പ്രവാചക തിരുമേനി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ മുതിർന്നൊരു സ്ത്രീയായിട്ട് പോലും പിതൃവാത്സല്യത്തോടെ അദ്ദേഹം അവർക്ക് ചുംബനങ്ങൾ നൽകിയിരുന്നില്ലേ? നമ്മൾ നൽകാറുണ്ടോ? നമ്മുടെ സ്നേഹം നമ്മൾ നമ്മുടെ കുട്ടികളെ അറിയിക്കാറുണ്ടോ? ഒരു ക്യാമ്പിൽ ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം വേണം, ഉമ്മമാരെ നിങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ടോ? ഉമ്മമാർക്ക് നിങ്ങൾ സ്നേഹത്തോടെ അവരോട് വാക്കുകൾ സംസാരിക്കാറുണ്ടോ? ചുംബനം നൽകാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനി നിങ്ങളത് ചെയ്യണം, ഉമ്മമാരുടെ അടുത്ത് പോകണം, അവരോട് ക്ഷേമാന്വേഷണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ക്യാമ്പിൽ വന്ന കുട്ടികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ പറഞ്ഞ പ്രകാരം ചെയ്തപ്പോൾ ഉമ്മമാർക്ക് ആകെ നാണാവാണ് ചെയ്തത്. എന്താണ് കൊഞ്ചിന് എന്നൊക്കെ ചോദിച്ചു. എന്താണ് പറഞ്ഞത്? കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളുടെ സ്നേഹം നമ്മളുടെ മക്കളുടെ അടുത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു കുടുംബമായാൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത മനോഭാവത്തിലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അവിടെ പലപ്പോഴും നമ്മൾക്ക് ക്ഷമ എന്നുള്ളൊരു കാര്യം കൈക്കൊള്ളാൻ സാധിച്ചാൽ മാത്രമേ നമ്മളുടെ കുടുംബ ഭദ്രത നമുക്ക് നിലനിർത്താൻ സാധിക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ക്ഷമയുള്ളവരാണോ? ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഞാൻ ജീവിതത്തിൽ ക്ഷമയുള്ള വ്യക്തിയാണോ എന്നൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ക്ഷമിക്കുന്നവർക്കുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ക്ഷമ കൈക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത ഇസ്ലാം നമ്മളെ എത്രയോ പ്രാവശ്യം ഉണർത്തുന്നുണ്ട്. എല്ലാവരും ക്ഷമയുള്ളവരാണോ? ഒരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് പായസപാത്രം തട്ടിത്തെറിപ്പിച്ച പ്രിയ പത്നിയോട് പുഞ്ചിരിക്കുകയും കുനിഞ്ഞു നിന്ന് ആ പായസം തുടക്കുകയും ചെയ്ത മഹത്തായ മാതൃക കാണിച്ചു തന്ന പ്രവാചകൻ ഓർമ്മ നോക്കൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾക്കാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും നമ്മളെ പ്രതികരണം? ചില ആൾക്കാർ പറയാം, തട്ടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആരാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്? മഹാനായ പ്രവാചകൻ. പുഞ്ചിരിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നിട്ട് അവിടം ആ പായസം തുടച്ചെടുക്കുക സാധിക്കുമോ നമുക്ക്? പലപ്പോഴും നമ്മൾ അതിഗംഭീരമായി പറയാറുണ്ട്, പ്രവാചക മാതൃകകൾ നമ്മൾ വളരെ നന്നായി പിൻപറ്റുന്നു. ഈ ഒരു മാതൃകയിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവാറുണ്ടോ? കുടുംബ ഭദ്രത നിലനിർത്തുന്നതിനാവശ്യമായ ക്ഷമ എന്നുള്ള ഈ ഒരു ഘടകത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മാതൃകയിലേക്ക് നമ്മൾ പോവാറുണ്ടോ? ചിന്തിക്കുക നമ്മൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവരാണ് എന്നാണ്. നമ്മളൊക്കെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനീയരാണ്, പലയിടത്തും ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരാണ്. എന്നാൽ
പല സമൂഹത്തിലുള്ള കെട്ടുപാടുകളും നീക്കുന്നവരാണ്, മധ്യസ്ഥം വഹിക്കുന്നവരാണ്, സമാധാനപ്രിയരാണ് സമൂഹത്തിൽ. എന്നാൽ വീട്ടിൽ ചെന്നാലോ? ഒന്ന് ചിന്തിക്കുക. വീട്ടിൽ ചെന്നാൽ അതേ മനോഭാവമാണ് നമുക്കുള്ളത്? നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് നമ്മുടെ നിലപാടെന്താണ്? ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം